നമസ്കാരം. ഇന്ത്യ ലോകരക്ഷകനായി മാറിയിരിക്കുകയാണ്. ആപത്തിൽ ആവശ്യക്കാരന് തുണയാകുന്ന ഇന്ത്യയുടെ പതിവ് പപ്പുവ ഗിനിയയിലും സംഭവിച്ചിരിക്കുകയാണ്. പപ്പുവ ന്യൂഗിനിയയിലുണ്ടായ മാരകമായ മണ്ണിടിച്ചിലിൽ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ദ്വീപ് രാഷ്ട്രത്തിന് $1 മില്യൺ അടിയന്തര സഹായധനം ഇന്ത്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ലോകത്തെ നടുക്കിക്കൊണ്ട് പപ്പുവ ന്യൂഗിനിയയിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരണസംഖ്യ ഉയരുകയാണ്. ഏകദേശം 2000-ലധികം പേർ കുടുങ്ങിയതായി UN റിപ്പോർട്ട് പറയുന്നുണ്ട്. ഏങ്ക പ്രവിശ്യയിൽ വൻ മണ്ണിടിച്ചിലിൽ വലിയ നാശവും ജീവഹാനിയും ഉണ്ടാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ദ്വീപ് രാജ്യത്തിന് ദുരിതാശ്വാസ സഹായം പ്രഖ്യാപിച്ച് ഇന്ത്യ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് ശ്രദ്ധേയാവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുകയും പസഫിക് ദ്വീപ് രാജ്യത്തിന് ബുദ്ധിമുട്ടുള്ള സമയത്ത് സാധ്യമായ എല്ലാ പിന്തുണയും സഹായവും നൽകാനുള്ള ഇന്ത്യയുടെ സന്നദ്ധത അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫോറം ഫോർ ഇന്ത്യ പസഫിക് ദ്വീപുകളുടെ സഹകരണത്തിന് കീഴിലുള്ള അടുത്ത സുഹൃത്തും പങ്കാളിയും എന്ന നിലയിലും പാപ്പുവ ന്യൂഗിനിയയിലെ സൗഹൃദ ജനങ്ങളോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ആംഗ്യമെന്ന നിലയിലും ഇന്ത്യ ഗവൺമെന്റ് ദുരിതാശ്വാസ സഹായത്തിനായി $1 മില്യൺ അടിയന്തര ദുരിതാശ്വാസ സഹായം നൽകുന്നു എന്നത് അടിവരയിട്ട് പറയണം. കൂടാതെ 2018-ലെ ഭൂകമ്പത്തിന്റെയും 2019-ലും 2023-ലും അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉൾപ്പെടെ പ്രകൃതി ദുരന്തങ്ങൾ മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുടെയും നാശത്തിന്റെയും സമയങ്ങളിൽ ഇന്ത്യ പാപ്പുവ ന്യൂഗിനിയയ്ക്കൊപ്പം ഉറച്ചു നിന്നിരുന്നു. തലസ്ഥാനമായ പോർട്ട് മൊറസ്ബിയിൽ നിന്ന് 600 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറായി ഏങ്ക പ്രവിശ്യയിലെ മംഗലോ പർവ്വതത്തിന്റെ സിംഹഭാഗമാണ് ഈ മണ്ണിടിച്ചിലിൽ ഇടിഞ്ഞു വീണത്. പുലർച്ചെയായതുകൊണ്ട് തന്നെ ഭൂരിഭാഗം പേർക്കും രക്ഷപ്പെടാൻ സാധിച്ചില്ല എന്നതാണ് വേദനാജനകം. ഇത് മരണസംഖ്യ ഉയരാൻ കാരണമായി. മണ്ണിടിച്ചിൽ ഇപ്പോഴും തുടരുകയാണെന്നാണ് വിവരം. രക്ഷാപ്രവർത്തകരുടെ ജീവന് പോലും ഭീഷണിയുണ്ട് എന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്. പ്രവിശ്യയിൽ ഗതാഗതവും വൈദ്യുതിയും പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ദുരന്തത്തിന്റെ തീവ്രത സംബന്ധിച്ച് ലോകത്തെ അറിയിക്കാൻ പാപ്പുവ ന്യൂഗിനിയ ഐക്യരാഷ്ട്രസഭയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അയൽരാജ്യങ്ങളായ ഓസ്ട്രേലിയയും ഫ്രാൻസും സഹായിക്കാൻ തയ്യാറാണെന്നും അറിയിച്ചിട്ടുണ്ട്. യാമ്പലി ഗ്രാമത്തിലെ 150-ലധികം വീടുകൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയതായിട്ടാണ് അധികൃതർ പറയുന്നത്. പുറത്തുവരുന്ന കണക്കുകൾ ഇത്രയാണെങ്കിൽ യഥാർത്ഥത്തിൽ എത്ര എന്നുള്ളത് ഇപ്പോഴും ആശങ്കയായി തുടരുന്നുണ്ട്. പാറകൾ വീഴുന്നത് തുടരുകയും നിലത്തെ മണ്ണ് നിരന്തരമായി വർദ്ധിച്ച സമ്മർദ്ദത്തിന് വിധേയമാവുകയും ചെയ്യുന്നതിനാൽ ഈ പ്രദേശം അങ്ങേയറ്റം അപകട സാധ്യത ഉയർത്തുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്. 670 പേരെയോളം കാണാതായി എന്ന് UN കണക്കാക്കുന്നു. ഈ വർഷം പസഫിക് ദ്വീപ് രാഷ്ട്രത്തിലുണ്ടായ മണ്ണിടിച്ചിലും 1-ലധികം ദുരന്തങ്ങൾക്കും അസാധാരണമായ മഴയും കാലാവസ്ഥാ വ്യതിയാനങ്ങളും കാരണമായി എന്നാണ് ഗിനിയൻ പ്രധാനമന്ത്രി പറയുന്നത്. UN സംഘത്തിന്റെയും പ്രാദേശിക ഗ്രാമീണരുടെയും സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഒക്കെ പരിശോധിക്കുകയാണ് എങ്കിൽ ഉരുൾപൊട്ടലിന്റെ വ്യാപ്തിയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് അത്. കുറഞ്ഞത് 6 മുതൽ 8 മീറ്റർ വരെ അവശിഷ്ടങ്ങൾ ഈ പ്രദേശത്തെ മൂടിയിരിക്കുന്നു. കൂടുതൽ മണ്ണിടിച്ചിലുകൾ ഉണ്ടായതിനെ തുടർന്ന് ആയിരക്കണക്കിന് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്നും ന്യൂസിലാൻഡിൽ നിന്നുമുള്ള ജിയോളജിസ്റ്റുകളും ജിയോ ഹസാർഡ് സ്പെഷ്യലിസ്റ്റുകളും അടിയന്തരമായി വിലയിരുത്തുന്നതിനായിട്ട് ഗ്രാമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രദേശത്തും പരിസരത്തും കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത മനസ്സിലാക്കാൻ മുഴുവൻ പ്രദേശവും സർവേ നടത്തേണ്ടതുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഭൂപ്രദേശം സ്ഥിരതയുള്ളതല്ലെങ്കിൽ കനത്ത യന്ത്രങ്ങൾ കൊണ്ടുവരുന്നത് വളരെ സങ്കീർണ്ണ താനും. അതേപോലെ തന്നെ ദ്രവിച്ച ശരീരങ്ങൾ മൂലം പകർച്ചവ്യാധികൾ ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചും UN മൈഗ്രേഷൻ ഏജൻസി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മണ്ണിടിച്ചിലിന് മുമ്പും ശേഷവുമുള്ള ചിത്രങ്ങൾ പർവ്വത പ്രദേശമായ ഏങ്ക മേഖലയിലെ ഭൂപ്രകൃതിയുടെ ഒരു വലിയ ഭാഗം പ്രധാനമായും കീറിമുറിച്ചതായി കാണിക്കുന്നുണ്ട്. ഈ വർഷം അസാധാരണമായ മഴ ലഭിച്ചത് നദീപ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും അതേപോലെ തീരപ്രദേശങ്ങളിൽ സമുദ്രനിരപ്പ് ഉയർന്നതിനും ചില പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിനും കാരണമായി എന്നാണ് ഗിനിയൻ പ്രധാനമന്ത്രി പറഞ്ഞത്. കാലാവസ്ഥാ വ്യതിയാന ഫലങ്ങൾ ഏങ്കയിൽ മാത്രമല്ല കഴിഞ്ഞ 2 മാസമായി രാജ്യത്തുടനീളം അഭൂതപൂർവമായ ദുരന്തങ്ങൾക്കാണ് ഇടവരുത്തിയത്. ഉപപ്രധാനമന്ത്രി ജോൺ റോസോ പറഞ്ഞ വാക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഓസ്ട്രേലിയയുടെ വടക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പസഫിക് രാജ്യം പതിവായി മണ്ണിടിച്ചിലും പ്രകൃതി ദുരന്തങ്ങളും അനുഭവിക്കുന്നുണ്ടെങ്കിലും സമീപ വർഷങ്ങളിൽ കണ്ട ഏറ്റവും വിനാശകരമായ ഒന്നാണ് ഇപ്പോഴത്തെ ഈ മണ്ണിടിച്ചിൽ. രക്ഷപ്പെട്ടവരെ കണ്ടെത്താനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ഉദ്യോഗസ്ഥർ പറയുമ്പോഴും ഏകദേശം 2 നിലകളുള്ള ചെളിയും അവശിഷ്ടങ്ങളും കുഴിച്ചെടുക്കാൻ താമസക്കാർ ചട്ടുകങ്ങളും നഗ്നമായ കൈകളുമൊക്കെ ഉപയോഗിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ദുർഘടമായ ഭൂപ്രകൃതിയും വിദൂര പ്രദേശത്തെ അശാന്തിയും കാരണം രക്ഷാസംഘങ്ങൾ സ്ഥലത്തെത്താൻ സാധിക്കാത്തൊരവസ്ഥയുമുണ്ട്. എന്തായാലും മാനുഷിക സഹായത്തിനും ദുരന്ത നിവാരണത്തിനും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ്. ഉത്തരവാദിത്തവും സ്ഥിരതയുള്ളതുമായ പ്രതികരണവുമായി ഇന്ത്യ തുടരുന്നു എന്നതും എടുത്തു പറയേണ്ടതുണ്ട്.